PSC ആവർത്തന ചോദ്യങ്ങൾ. മാനവരാശിയുടെ വികസനത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തം. ചോദ്യം: മാനവരാശിയുടെ വികസനത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തം. ഉത്തരം: ചക്രം. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യ ലോഹം. ചോദ്യം: മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യ ലോഹം. ഉത്തരം: ചെമ്പ്. ചോദ്യം: ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്ത നദീതീരം. ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്ത നദീതീരം. ഉത്തരം: സിന്ധു. ചോദ്യം: ആദ്യ കാവ്യം എന്നറിയപ്പെടുന്നത്. ആദ്യ കാവ്യം എന്നറിയപ്പെടുന്നത്. ഉത്തരം: രാമായണം. ചോദ്യം: കേരള സംസ്ഥാനം രൂപീകൃതമായത്. കേരള സംസ്ഥാനം രൂപീകൃതമായത്. ഉത്തരം: 1956 നവംബർ 1. ചോദ്യം: സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഉത്തരം: ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും നടുക്കുമായി വരുമ്പോൾ. ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം. ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം. ഉത്തരം: ജൂലൈ 4. ചോദ്യം: നഖമുണ്ടെങ്കിലും വിരലില്ലാത്ത ജന്തു. നഖമുണ്ടെങ്കിലും വിരലില്ലാത്ത ജന്തു. ഉത്തരം: ആന. കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ചോദ്യം: കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഉത്തരം: തേക്ക്. ചോദ്യം: ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന പുഷ്പം. ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന പുഷ്പം. ഉത്തരം: ചെമ്പരത്തി. ചോദ്യം: കഥകളിയുടെ ആദ്യകാല പേര്. കഥകളിയുടെ ആദ്യകാല പേര്. ഉത്തരം: രാമനാട്ടം. ചോദ്യം: ചെസ്സിന്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ചെസ്സിന്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ഉത്തരം: ഇന്ത്യ. ചോദ്യം: ഒരു ചെസ് ബോർഡിലെ കളങ്ങളുടെ എണ്ണം. ഒരു ചെസ് ബോർഡിലെ കളങ്ങളുടെ എണ്ണം. ഉത്തരം: 64. ചോദ്യം: മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം. ഉത്തരം: ബാലൻ. ചോദ്യം: ബാലൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത്. ബാലൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത്. ഉത്തരം: RS നോട്ടണി. ചോദ്യം: 2007 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട കേരളീയ താരം. 2007 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട കേരളീയ താരം. ഉത്തരം: ശ്രീശാന്ത്. ചോദ്യം: ടെസ്റ്റിലും ഏകദിനത്തിലും ലോകത്ത് ഏറ്റവും കൂടുതൽ റൺസും സെഞ്ചുറിയും നേടിയ കളിക്കാരൻ. ടെസ്റ്റിലും ഏകദിനത്തിലും ലോകത്ത് ഏറ്റവും കൂടുതൽ റൺസും സെഞ്ചുറിയും നേടിയ കളിക്കാരൻ. ഉത്തരം: സച്ചിൻ തെണ്ടുൽക്കർ. ചോദ്യം: ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഉത്തരം: പഞ്ചാബ്. ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഉത്തരം: ഗോവ. ചോദ്യം: കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം: കാസർഗോഡ്. ചോദ്യം: വിഷവാതകം നിറഞ്ഞ ഗ്രഹം.
വിഷവാതകം നിറഞ്ഞ ഗ്രഹം? ഉത്തരം വ്യാഴം. ചോദ്യം: പരിശുദ്ധമായ സ്വർണത്തിൽ ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു ലോഹം ഏത്? പരിശുദ്ധമായ സ്വർണത്തിൽ ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ഉത്തരം കോപ്പർ. ചോദ്യം: ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹം? ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹം? ഉത്തരം ശനി. ചോദ്യം: സ്വർണ്ണ ആഭരണങ്ങളിൽ ഉറപ്പിനായി ചേർക്കുന്ന ലോഹം? സ്വർണ്ണ ആഭരണങ്ങളിൽ ഉറപ്പിനായി ചേർക്കുന്ന ലോഹം? ഉത്തരം ചെമ്പ്. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ഫലം? ഇന്ത്യയുടെ ദേശീയ ഫലം? ഉത്തരം മാങ്ങ. ചോദ്യം: ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവി? ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവി? ഉത്തരം ഡോൾഫിൻ. ചോദ്യം: കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. ചോദ്യം: ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹം? ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹം? ഉത്തരം സ്വർണം. ചോദ്യം: സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം? ഉത്തരം ശനി. ചോദ്യം: റേഡിയോ കണ്ടുപിടിച്ചതാര്? റേഡിയോ കണ്ടുപിടിച്ചതാര്? ഉത്തരം മാർക്കോണി. ചോദ്യം: ആദ്യമായി അമേരിക്ക അണുബോംബിട്ട നഗരം? ആദ്യമായി അമേരിക്ക അണുബോംബിട്ട നഗരം? ഉത്തരം ഹിരോഷിമ. ചോദ്യം: നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം? നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം? ഉത്തരം ചിന്നാർ. ചോദ്യം: കൊതുകുകളുടെ ശരാശരി ആയുസ്? കൊതുകുകളുടെ ശരാശരി ആയുസ്? ഉത്തരം 2 ആഴ്ച. ചോദ്യം: ഏറ്റവും നേർത്ത കമ്പികളാക്കുവാൻ പറ്റിയ ലോഹം? ഏറ്റവും നേർത്ത കമ്പികളാക്കുവാൻ പറ്റിയ ലോഹം? ഉത്തരം സ്വർണം. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം? ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം? ഉത്തരം റഷ്യ. ചോദ്യം: കോളിഫ്ലവറിന്റെ ഏത് ഭാഗമാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്? കോളിഫ്ലവറിന്റെ ഏത് ഭാഗമാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്? ഉത്തരം പുഷ്പം. ചോദ്യം: ഇറ്റലിയുടെ ദേശീയ പുഷ്പം? ഇറ്റലിയുടെ ദേശീയ പുഷ്പം? ഉത്തരം ലില്ലി. ചോദ്യം: ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം? ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം തെർമോമീറ്റർ. ചോദ്യം: ദേശീയ പതാക നിർമ്മിച്ചിരിക്കുന്ന തുണി? ദേശീയ പതാക നിർമ്മിച്ചിരിക്കുന്ന തുണി? ഉത്തരം ഖാദി. ചോദ്യം: രണ്ടാം മഹായുദ്ധത്തിന്റെ കാലഘട്ടം? രണ്ടാം മഹായുദ്ധത്തിന്റെ കാലഘട്ടം 1939 to 45. ചോദ്യം: നമ്മുടെ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം? നമ്മുടെ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം? ഉത്തരം നീല.
ചോദ്യം: കിഴക്ക് നിന്നും പടിഞ്ഞാട്ട് ഭരണം ചെയ്യുന്ന ഏക ഗ്രഹം. കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് ഭരണം ചെയ്യുന്ന ഏക ഗ്രഹം. ഉത്തരം ശുക്രൻ. ചോദ്യം: ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ. ഉത്തരം ബുധൻ, ശുക്രൻ. ചോദ്യം: പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. ഉത്തരം ഹൈഡ്രജൻ. ചോദ്യം: ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? ഉത്തരം തമിഴ്നാട്. ചോദ്യം: നീലഗ്രഹം എന്നറിയപ്പെടുന്നത്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത്. ഉത്തരം ഭൂമി. ചോദ്യം: ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റ് ആണ്? ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റ് ആണ്? ഉത്തരം 24 ക്യാരറ്റ്. ചോദ്യം: സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം. ചോദ്യം: സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം. ഉത്തരം ഭൂമി. ചോദ്യം: ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം. ഉത്തരം ശുക്രൻ. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ഉത്തരം ഏഞ്ചൽ വെള്ളച്ചാട്ടം. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ മൃഗം. ഇന്ത്യയുടെ ദേശീയ മൃഗം. ഉത്തരം കടുവ. ചോദ്യം: സ്റ്റാമ്പുകളിൽ പേരെഴുതാത്ത രാജ്യം. സ്റ്റാമ്പുകളിൽ പേരെഴുതാത്ത രാജ്യം. ഉത്തരം ഇംഗ്ലണ്ട്. ചോദ്യം: ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആകാം? ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആകാം? ഉത്തരം പരിധിയില്ല. ചോദ്യം: രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ രാജ്യം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായ രാജ്യം. ഉത്തരം ജപ്പാൻ. ചോദ്യം: ബുദ്ധന്റെ പരിക്രമണ കാലം. ബുദ്ധന്റെ പരിക്രമണ കാലം. ഉത്തരം 88 ദിവസം. ചോദ്യം: തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി. തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി. ഉത്തരം ജാനകി രാമചന്ദ്രൻ. ചോദ്യം: അമേരിക്കയുടെ ദേശീയ പുഷ്പം. അമേരിക്കയുടെ ദേശീയ പുഷ്പം. ഉത്തരം റോസ്. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടൽ. ഉത്തരം മെക്സിക്കോ ഉൾക്കടൽ. ചോദ്യം: സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ഉത്തരം വ്യാഴം. ചോദ്യം: ഈജിപ്തിന്റെ ദേശീയ പുഷ്പം. ഈജിപ്തിന്റെ ദേശീയ പുഷ്പം. ഉത്തരം താമര. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. ഉത്തരം ആമസോൺ. ചോദ്യം: സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി. ഉത്തരം ഏലം. ചോദ്യം: ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി.
ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി? ഉത്തരം ആമ. ചോദ്യം: കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പാമ്പ്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പാമ്പ്. ഉത്തരം അണലി. ചോദ്യം: മണ്ണിരയ്ക്ക് എത്ര കണ്ണുകളുണ്ട്? മണ്ണിരയ്ക്ക് എത്ര കണ്ണുകൾ ഉണ്ട്? ഉത്തരം കണ്ണുകളില്ല. ചോദ്യം: രണ്ടാം ലോക മഹായുദ്ധത്തിൽ തുടക്കത്തിൽ ജർമ്മനി ആദ്യം ആക്രമിച്ച രാജ്യം? രണ്ടാം ലോക മഹായുദ്ധത്തിൽ തുടക്കത്തിൽ ജർമ്മനി ആദ്യം ആക്രമിച്ച രാജ്യം? ഉത്തരം പോളണ്ട്. ചോദ്യം: ഒരു വ്യാഴവട്ടക്കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യാഴവട്ടക്കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം 12 വർഷം. ചോദ്യം: ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം? ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 7. ചോദ്യം: ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം? ഉത്തരം ശുക്രൻ. ചോദ്യം: നേപ്പാളിലെ ദേശീയ മൃഗം? നേപ്പാളിലെ ദേശീയ മൃഗം? ഉത്തരം പശു. ചോദ്യം: ഒച്ചിന് എത്ര കാലുണ്ട്? ഒച്ചിന് എത്ര കാലുണ്ട്? ഉത്തരം 1. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം? സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം? ഉത്തരം ജനുവരി 3. ചോദ്യം: ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം? ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം? ഉത്തരം വത്തിക്കാൻ. ചോദ്യം: ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ കലാരൂപം? ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ കലാരൂപം? ഉത്തരം കുച്ചിപ്പുടി. ചോദ്യം: ഇംഗ്ലണ്ടിന്റെ ദേശീയ പുഷ്പം? ഇംഗ്ലണ്ടിന്റെ ദേശീയ പുഷ്പം? ഉത്തരം റോസ്. ചോദ്യം: റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് വിമാനങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഉപകരണം? റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് വിമാനങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഉപകരണം? ഉത്തരം റാഡർ. ചോദ്യം: ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷം? ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷം? ഉത്തരം 1914. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ പക്ഷി? ഇന്ത്യയുടെ ദേശീയ പക്ഷി? ഉത്തരം മയിൽ. ചോദ്യം: കേരളത്തിൽ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പാരമ്പര്യ വ്യവസായം? കേരളത്തിൽ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പാരമ്പര്യ വ്യവസായം? ഉത്തരം കയർ. ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ? ഉത്തരം സരോജിനി നായിഡു. ചോദ്യം: വിഷവാതകം നിറഞ്ഞ ഗ്രഹം? വിഷവാതകം നിറഞ്ഞ ഗ്രഹം? ഉത്തരം വ്യാഴം. ചോദ്യം: തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി? തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി? ഉത്തരം ജാനകി രാമചന്ദ്രൻ. ചോദ്യം: ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹം? ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹം? ഉത്തരം ശനി. ചോദ്യം: കേരളത്തിൽ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പാരമ്പര്യ വ്യവസായം?
കേരളത്തിൽ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പാരമ്പര്യ വ്യവസായം? ഉത്തരം കയർ. ചോദ്യം: അമേരിക്കയുടെ ദേശീയ പുഷ്പം? അമേരിക്കയുടെ ദേശീയ പുഷ്പം? ഉത്തരം റോസ്. ചോദ്യം: ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആകാം? ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആകാം? ഉത്തരം പരിധിയില്ല. ചോദ്യം: നീലഗ്രഹം എന്നറിയപ്പെടുന്നത്? നീലഗ്രഹം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഭൂമി. ചോദ്യം: ഇംഗ്ലണ്ടിന്റെ ദേശീയ പുഷ്പം? ഇംഗ്ലണ്ടിന്റെ ദേശീയ പുഷ്പം? ഉത്തരം റോസ്. ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ? ഉത്തരം സരോജിനി നായിഡു. ചോദ്യം: സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം? ഉത്തരം ശനി. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ഫലം? ഇന്ത്യയുടെ ദേശീയ ഫലം? ഉത്തരം മാങ്ങ. ചോദ്യം: ഇറ്റലിയുടെ ദേശീയ പുഷ്പം? ഇറ്റലിയുടെ ദേശീയ പുഷ്പം? ഉത്തരം ലില്ലി. ചോദ്യം: കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. ചോദ്യം: സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം? ഉത്തരം വ്യാഴം. ചോദ്യം: ദേശീയ പതാക നിർമ്മിച്ചിരിക്കുന്ന തുണി? ദേശീയ പതാക നിർമ്മിച്ചിരിക്കുന്ന തുണി? ഉത്തരം ഖാദി. ചോദ്യം: ഈജിപ്തിന്റെ ദേശീയ പുഷ്പം? ഈജിപ്തിന്റെ ദേശീയ പുഷ്പം? ഉത്തരം താമര. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ പക്ഷി? ഇന്ത്യയുടെ ദേശീയ പക്ഷി? ഉത്തരം മയിൽ. ചോദ്യം: ഒരു വ്യാഴവട്ടക്കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യാഴവട്ടക്കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം 12 വർഷം. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ മൃഗം? ഇന്ത്യയുടെ ദേശീയ മൃഗം? ഉത്തരം കടുവ. ചോദ്യം: ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? ഉത്തരം തമിഴ്നാട്. ചോദ്യം: സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം? ചോദ്യം: സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം? ഉത്തരം ഭൂമി. ചോദ്യം: ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം? ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 7. ചോദ്യം: ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ കലാരൂപം? ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ കലാരൂപം? ഉത്തരം കുച്ചിപ്പുടി. ചോദ്യം: നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം? നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം? ഉത്തരം ചിന്നാർ. PSC ആവർത്തന ചോദ്യങ്ങൾ. മാനവരാശിയുടെ വികസനത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തം? ചോദ്യം: മാനവരാശിയുടെ വികസനത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തം?
ഉത്തരം ചക്രം. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യ ലോഹം. ചോദ്യം: മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യ ലോഹം. ഉത്തരം ചെമ്പ്. ചോദ്യം: ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്ത നദീതീരം. ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്ത നദീതീരം. ഉത്തരം സിന്ധു. ചോദ്യം: ആദ്യ കാവ്യം എന്നറിയപ്പെടുന്നത്. ആദ്യ കാവ്യം എന്നറിയപ്പെടുന്നത്. ഉത്തരം രാമായണം. ചോദ്യം: കേരള സംസ്ഥാനം രൂപീകൃതമായത്. കേരള സംസ്ഥാനം രൂപീകൃതമായത്. ഉത്തരം 1956 നവംബർ 1. ചോദ്യം: സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഉത്തരം ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും നടുക്കുമായി വരുമ്പോൾ. ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം. ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം. ഉത്തരം ജൂലൈ 4. ചോദ്യം: നഖമുണ്ടെങ്കിലും വിരലില്ലാത്ത ജന്തു. നഖമുണ്ടെങ്കിലും വിരലില്ലാത്ത ജന്തു. ഉത്തരം ആന. കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ചോദ്യം: കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഉത്തരം തേക്ക്. ചോദ്യം: ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന പുഷ്പം. ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന പുഷ്പം. ഉത്തരം ചെമ്പരത്തി. ചോദ്യം: കഥകളിയുടെ ആദ്യകാല പേര്. കഥകളിയുടെ ആദ്യകാല പേര്. ഉത്തരം രാമനാട്ടം. ചോദ്യം: ചെസ്സിന്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ചെസ്സിന്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ഉത്തരം ഇന്ത്യ. ചോദ്യം: ഒരു ചെസ് ബോർഡിലെ കളങ്ങളുടെ എണ്ണം. ഒരു ചെസ് ബോർഡിലെ കളങ്ങളുടെ എണ്ണം. ഉത്തരം 64. ചോദ്യം: മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം. ഉത്തരം ബാലൻ. ചോദ്യം: ബാലൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത്. ബാലൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത്. ഉത്തരം RS നോട്ടണി. ചോദ്യം: 2007 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട കേരളീയ താരം. 2007 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട കേരളീയ താരം. ഉത്തരം ശ്രീശാന്ത്. ചോദ്യം: ടെസ്റ്റിലും ഏകദിനത്തിലും ലോകത്ത് ഏറ്റവും കൂടുതൽ റൺസും സെഞ്ചുറിയും നേടിയ കളിക്കാരൻ. ടെസ്റ്റിലും ഏകദിനത്തിലും ലോകത്ത് ഏറ്റവും കൂടുതൽ റൺസും സെഞ്ചുറിയും നേടിയ കളിക്കാരൻ. ഉത്തരം സച്ചിൻ തെണ്ടുൽക്കർ. ചോദ്യം: ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഉത്തരം പഞ്ചാബ്. ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഉത്തരം ഗോവ. ചോദ്യം: കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഉത്തരം ഗ്രീൻലാൻഡ്. ചോദ്യം:
സൂക്ഷ്മ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണം. സൂക്ഷ്മ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണം. ഉത്തരം മൈക്രോസ്കോപ്പ്. ചോദ്യം: ഉറുമ്പിന്റെ കാലുകളുടെ എണ്ണം. ഉറുമ്പിന്റെ കാലുകളുടെ എണ്ണം. ഉത്തരം 6. ചോദ്യം: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി. ഉത്തരം പാമീർ. ചോദ്യം: റഷ്യൻ വിപ്ലവം നടന്ന വർഷം. റഷ്യൻ വിപ്ലവം നടന്ന വർഷം. ഉത്തരം 1917. ചോദ്യം: കൊതുകിന് എത്ര കാലുണ്ട്? കൊതുകിന് എത്ര കാലുണ്ട്? ഉത്തരം 6. ചോദ്യം: സൗരയൂഥത്തിൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. സൗരയൂഥത്തിൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. ഉത്തരം ശുക്രൻ. ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര? മനുഷ്യ ശരീരത്തിന്റെ ജലത്തിന്റെ അളവ് എത്ര? ഉത്തരം 40 ലിറ്റർ. ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? ഉത്തരം 65%. ചോദ്യം: മനുഷ്യ നേത്രത്തിന്റെ ഏത് ഭാഗമാണ് സാധാരണയായി നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത്? മനുഷ്യ നേത്രത്തിന്റെ ഏത് ഭാഗമാണ് സാധാരണയായി നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത്? ഉത്തരം കോർണിയ. ചോദ്യം: കേരളത്തിന്റെ തനതായ നൃത്തരൂപം. കേരളത്തിന്റെ തനതായ നൃത്തരൂപം. ഉത്തരം മോഹിനിയാട്ടം. ചോദ്യം: ചാക്യാർകൂത്ത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലയാണ്? ചാക്യാർകൂത്ത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലയാണ്? ഉത്തരം കൂടിയാട്ടം. ചോദ്യം: എസ് ബാലചന്ദ്രൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എസ് ബാലചന്ദ്രൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വീണ. ചോദ്യം: വിദേശ രാജ്യങ്ങളുമായി കച്ചവടം നടത്തിയിരുന്ന കച്ചവട സംഘം. വിദേശ രാജ്യങ്ങളുമായി കച്ചവടം നടത്തിയിരുന്ന കച്ചവട സംഘം. ഉത്തരം വളണ്ടിയർ. ചോദ്യം: കേരളത്തിൽ സുനാമി ആഞ്ഞടിച്ച വർഷമേത്? കേരളത്തിൽ സുനാമി ആഞ്ഞടിച്ച വർഷമേത്? ഉത്തരം 2004. ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏത്? ഉത്തരം എറണാകുളം. ചോദ്യം: അമ്പലപ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ്? അമ്പലപ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരം ഭാരതപ്പുഴ. ചോദ്യം: ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം ചേലനായകന്മാർ. ചോദ്യം: മുസ്ലിം പള്ളികളുടെ നഗരം. മുസ്ലിം പള്ളികളുടെ നഗരം. ഉത്തരം ധാക്ക. ചോദ്യം: ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന ജലജീവി. ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന ജലജീവി. ഉത്തരം ഡോൾഫിൻ. ചോദ്യം: പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്ന മരം. പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്ന മരം. ഉത്തരം മുള. ചോദ്യം: വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം. വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം. ഉത്തരം വ്യാഴം.
ചോദ്യം. എല്ലാ നിറങ്ങളെയും ആഗികരണം ചെയ്യുന്ന നിറം. എല്ലാ നിറങ്ങളെയും ആഗികരണം ചെയ്യുന്ന നിറം. ഉത്തരം കറുപ്പ്. ചോദ്യം. കേരളത്തിലെ ആദ്യ ഡീസൽ പവർ പ്രൊജക്ട് എവിടെയാണ്? കേരളത്തിലെ ആദ്യ ഡീസൽ പവർ പ്രൊജക്ട് എവിടെയാണ്? ഉത്തരം ബ്രഹ്മപുരം. ചോദ്യം. കേരളത്തിലെ ആകെ നദികൾ. കേരളത്തിലെ ആകെ നദികൾ. ഉത്തരം 44. ചോദ്യം. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. ഉത്തരം കുണ്ടറ. ചോദ്യം. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം. ഉത്തരം 580 കിലോമീറ്റർ. ചോദ്യം. ഒരു തമ്പുരുവിലെ കമ്പികളുടെ എണ്ണം. ഒരു തമ്പുരുവിലെ കമ്പികളുടെ എണ്ണം. ഉത്തരം 4. ചോദ്യം. ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ്. ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ്. ഉത്തരം ശങ്കർ. ചോദ്യം. യാമിനി, കൃഷ്ണമൂർത്തി, രുക്മിണി ദേവി എന്നിവർ ഏതു നൃത്തരംഗത്ത് പ്രവർത്തിച്ചവരാണ്? യാമിനി, കൃഷ്ണമൂർത്തി, രുക്മിണി ദേവി എന്നിവർ ഏത് നൃത്തരംഗത്ത് പ്രവർത്തിച്ചവരാണ്? ഉത്തരം ഭരതനാട്യം. ചോദ്യം. ആരോഗ്യമുള്ള ഒരാളുടെ ഒരു മിനിറ്റിലെ ഹൃദയ സ്പന്ദനങ്ങളുടെ എണ്ണം. ആരോഗ്യമുള്ള ഒരാളുടെ ഒരു മിനിറ്റിലെ ഹൃദയ സ്പന്ദനങ്ങളുടെ എണ്ണം. ഉത്തരം 72. ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ഉത്തരം ത്വക്ക്. ചോദ്യം. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം. ഉത്തരം ത്വക്ക്. ചോദ്യം. മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ എത്ര കാലമെടുക്കും? മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ എത്ര കാലമെടുക്കും? 30 ദിവസം. ചോദ്യം. കാഴ്ചശക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിറ്റാമിൻ ഏത്? കാഴ്ചശക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ എ. ചോദ്യം. രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്ന അവയവം ഏത്? രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്ന അവയവം ഏത്? ഉത്തരം ഹൃദയം. ചോദ്യം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ഉത്തരം ഭരതനാട്യം. ചോദ്യം. കേന്ദ്ര സംഗീത നാടക അക്കാദമി രൂപം കൊണ്ട വർഷം. കേന്ദ്ര സംഗീത നാടക അക്കാദമി രൂപം കൊണ്ട വർഷം. ഉത്തരം 1952. ചോദ്യം. ഒരു വീണയിലെ കമ്പികളുടെ എണ്ണം. ഒരു വീണയിലെ കമ്പികളുടെ എണ്ണം. ഉത്തരം 7. ചോദ്യം. ചോള രാജാക്കന്മാരുടെ രാജകീയ മുദ്ര. ചോള രാജാക്കന്മാരുടെ രാജകീയ മുദ്ര. ഉത്തരം കടുവ. ചോദ്യം. കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാവുന്നത് ഏത് മൺസൂൺ കാറ്റ് മൂലമാണ്? ഇടവപ്പാതി ഉണ്ടാവുന്നത് ഏത് മൺസൂൺ കാറ്റ് മൂലമാണ്? ഉത്തരം തെക്കു പടിഞ്ഞാറ്. ചോദ്യം. തിരമാലകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിക്കുന്ന കേരളത്തിലെ ജില്ല. തിരമാലകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിക്കുന്ന കേരളത്തിലെ ജില്ല. ഉത്തരം തിരുവനന്തപുരം. ചോദ്യം. മഴവെള്ളം ഉപയോഗിച്ച് ജലക്ഷാമം പരിഹരിക്കാനായി
തയ്യാറാക്കിയിരുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേര്? ഉത്തരം വർഷ. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർത്താൽ കിട്ടുന്ന വർണ്ണം? നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർത്താൽ കിട്ടുന്ന വർണ്ണം? ഉത്തരം വെള്ള. ചോദ്യം: ലോക നാളികേര ദിനം. ലോക നാളികേര ദിനം. ഉത്തരം സെപ്റ്റംബർ 2. ചോദ്യം: കൊതുക് നശീകരണത്തിന് വേണ്ടി വളർത്തുന്ന ഒരു മൃഗം. കൊതുക് നശീകരണത്തിന് വേണ്ടി വളർത്തുന്ന ഒരു മത്സ്യം. ഉത്തരം ഗപ്പി. ചോദ്യം: ജലദോഷത്തിന് ഔഷധമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചെടി. ജലദോഷത്തിന് ഔഷധമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചെടി. ഉത്തരം പനിക്കൂർക്ക. ചോദ്യം: ഏറ്റവും കുറവ് രാത്രിയും പകലും അനുഭവപ്പെടുന്ന ഗ്രഹം. ഏറ്റവും കുറവ് രാത്രിയും പകലും അനുഭവപ്പെടുന്ന ഗ്രഹം. ഉത്തരം വ്യാഴം. ചോദ്യം: പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം. പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം. ഉത്തരം കറുപ്പ്. ചോദ്യം: കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം. ഉത്തരം പണിയർ. ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച ഡാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച ഡാം. ഉത്തരം ഇടുക്കി. ചോദ്യം: കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണ്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണ്. ഉത്തരം പീറ്റ് മണ്ണ്. ചോദ്യം: കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം. ഉത്തരം ലക്ഷദ്വീപ്. ചോദ്യം: ചാക്യാർ കൂത്ത് ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്? ചാക്യാർ കൂത്ത് ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്? ഉത്തരം കേരളം. ചോദ്യം: വേലകളി പ്രചാരത്തിലുള്ള കേരളത്തിലെ പ്രദേശം. വേലകളി പ്രചാരത്തിലുള്ള കേരളത്തിലെ പ്രദേശം. ഉത്തരം ആലപ്പുഴ. ചോദ്യം: തമാശ ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? തമാശ ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? ഉത്തരം മഹാരാഷ്ട്ര. ചോദ്യം: ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം. ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം. ഉത്തരം ഹൃദയം. ചോദ്യം: മനുഷ്യ ശരീരത്തെ തുലനാവസ്ഥയിൽ നിലനിർത്തുന്നത് ഏത് അവയവമാണ്? മനുഷ്യ ശരീരത്തെ തുലനാവസ്ഥയിൽ നിലനിർത്തുന്നത് ഏത് അവയവമാണ്? ഉൾച്ചെവി. ചോദ്യം: കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി. ഉത്തരം റെറ്റിന. ചോദ്യം: ബുദ്ധന്റെ പരിക്രമണ കാലം. ബുദ്ധന്റെ പരിക്രമണ കാലം. ഉത്തരം 88 ദിവസം. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. ഉത്തരം റഷ്യ. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ മൃഗം. ഇന്ത്യയുടെ ദേശീയ മൃഗം. ഉത്തരം കടുവ. ചോദ്യം: ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹം. ഉത്തരം ശനി. ചോദ്യം: കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പാമ്പ്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പാമ്പ്.
ഉത്തരം അണലി. ചോദ്യം: റഷ്യൻ വിപ്ലവം നടന്ന വർഷം. റഷ്യൻ വിപ്ലവം നടന്ന വർഷം. ഉത്തരം 1917. ചോദ്യം: ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹം. ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹം. ഉത്തരം സ്വർണം. ചോദ്യം: മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ധാതു ഏത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ധാതു ഏത്? ഉത്തരം കാൽസ്യം. ചോദ്യം: കൊതുകുകളുടെ ശരാശരി ആയുസ്. കൊതുകുകളുടെ ശരാശരി ആയുസ്. ഉത്തരം 2 ആഴ്ച. ചോദ്യം: സൗരയൂഥത്തിൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. സൗരയൂഥത്തിൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. ഉത്തരം ശുക്രൻ. ചോദ്യം: വിഷവാതകം നിറഞ്ഞ ഗ്രഹം. വിഷവാതകം നിറഞ്ഞ ഗ്രഹം. ഉത്തരം വ്യാഴം. ചോദ്യം: നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. ഉത്തരം ചിന്നാർ. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ഫലം. ഇന്ത്യയുടെ ദേശീയ ഫലം. ഉത്തരം മാങ്ങ. ചോദ്യം: കേന്ദ്ര സംഗീത നാടക അക്കാദമി രൂപം കൊണ്ട വർഷം. കേന്ദ്ര സംഗീത നാടക അക്കാദമി രൂപം കൊണ്ട വർഷം. ഉത്തരം 1952. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർത്താൽ കിട്ടുന്ന വർണ്ണം. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർത്താൽ കിട്ടുന്ന വർണ്ണം. ഉത്തരം വെള്ള. ചോദ്യം: കൊതുക് നശീകരണത്തിന് വേണ്ടി വളർത്തുന്ന ഒരു മൃഗം. കൊതുക് നശീകരണത്തിന് വേണ്ടി വളർത്തുന്ന ഒരു മത്സ്യം. ഉത്തരം ഗപ്പി. ചോദ്യം: തമാശ ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? തമാശ ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? ഉത്തരം മഹാരാഷ്ട്ര. ചോദ്യം: സ്വർണ്ണ ആഭരണങ്ങളിൽ ഉറപ്പിനായി ചേർക്കുന്ന ലോഹം. സ്വർണ്ണ ആഭരണങ്ങളിൽ ഉറപ്പിനായി ചേർക്കുന്ന ലോഹം. ഉത്തരം ചെമ്പ്. ചോദ്യം: കൊതുകുകളുടെ ശരാശരി ആയുസ്. കൊതുകുകളുടെ ശരാശരി ആയുസ്. ഉത്തരം 2 ആഴ്ച. ചോദ്യം: സൂക്ഷ്മ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണം. സൂക്ഷ്മ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണം. ഉത്തരം മൈക്രോസ്കോപ്പ്. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ പക്ഷി. ഇന്ത്യയുടെ ദേശീയ പക്ഷി. ഉത്തരം മയിൽ. ചോദ്യം: ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ. ഉത്തരം ബുധൻ, ശുക്രൻ. ചോദ്യം: കൊതുകിന് എത്ര കാലുണ്ട്? കൊതുകിന് എത്ര കാലുണ്ട്? ഉത്തരം 6. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടൽ. ഉത്തരം മെക്സിക്കോ ഉൾക്കടൽ. ചോദ്യം: മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഉത്തരം ഓക്സിജൻ. ചോദ്യം: മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ധാതു ഏത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ധാതു ഏത്? ഉത്തരം കാൽസ്യം.
ചോദ്യം: മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണഘടകം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണഘടകം. ഉത്തരം: ജലം. ചോദ്യം: കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം. ഉത്തരം: 580 കിലോമീറ്റർ. ചോദ്യം: തിരമാലകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിക്കുന്ന കേരളത്തിലെ ജില്ല. തിരമാലകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിക്കുന്ന കേരളത്തിലെ ജില്ല. ഉത്തരം: തിരുവനന്തപുരം. ചോദ്യം: പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം. പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം. ഉത്തരം: കറുപ്പ്. ചോദ്യം: റേഡിയോ കണ്ടുപിടിച്ചതാര്? റേഡിയോ കണ്ടുപിടിച്ചതാര്? ഉത്തരം: മാർക്കോണി. ചോദ്യം: ആന്ധ്രാപ്രദേശത്തിന്റെ ക്ലാസിക്കൽ കലാരൂപം. ആന്ധ്രാപ്രദേശത്തിന്റെ ക്ലാസിക്കൽ കലാരൂപം. ഉത്തരം: കുച്ചിപ്പുടി. ചോദ്യം: സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം. ഉത്തരം: ശനി. ചോദ്യം: വിഷവാതകം നിറഞ്ഞ ഗ്രഹം. വിഷവാതകം നിറഞ്ഞ ഗ്രഹം. ഉത്തരം: വ്യാഴം. ചോദ്യം: തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി. തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി. ഉത്തരം: ജാനകി രാമചന്ദ്രൻ. ചോദ്യം: ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹം. ഉത്തരം: ശനി. ചോദ്യം: കേരളത്തിൽ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പാരമ്പര്യ വ്യവസായം. കേരളത്തിൽ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പാരമ്പര്യ വ്യവസായം. ഉത്തരം: കയർ. ചോദ്യം: അമേരിക്കയുടെ ദേശീയ പുഷ്പം. അമേരിക്കയുടെ ദേശീയ പുഷ്പം. ഉത്തരം: റോസ്. ചോദ്യം: ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആകാം? ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആകാം? ഉത്തരം: പരിധിയില്ല. ചോദ്യം: നീലഗ്രഹം എന്നറിയപ്പെടുന്നത്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത്. ഉത്തരം: ഭൂമി. ചോദ്യം: ഇംഗ്ലണ്ടിന്റെ ദേശീയ പുഷ്പം. ഇംഗ്ലണ്ടിന്റെ ദേശീയ പുഷ്പം. ഉത്തരം: റോസ്. ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ. ഉത്തരം: സരോജിനി നായിഡു. ചോദ്യം: സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം. ഉത്തരം: ശനി. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ഫലം. ഇന്ത്യയുടെ ദേശീയ ഫലം. ഉത്തരം: മാങ്ങ. ചോദ്യം: ഇറ്റലിയുടെ ദേശീയ പുഷ്പം. ഇറ്റലിയുടെ ദേശീയ പുഷ്പം. ഉത്തരം: ലില്ലി. ചോദ്യം: കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. ഉത്തരം: തമിഴ്നാട്. ചോദ്യം: സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ഉത്തരം: വ്യാഴം. ചോദ്യം:
ദേശീയ പതാക നിർമ്മിച്ചിരിക്കുന്ന തുണി. ദേശീയ പതാക നിർമ്മിച്ചിരിക്കുന്ന തുണി. ഉത്തരം ഖാദി. ചോദ്യം: ഈജിപ്തിന്റെ ദേശീയ പുഷ്പം. ഈജിപ്തിന്റെ ദേശീയ പുഷ്പം. ഉത്തരം താമര. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ പക്ഷി. ഇന്ത്യയുടെ ദേശീയ പക്ഷി. ഉത്തരം മയിൽ. ചോദ്യം: ഒരു വ്യാഴവട്ടക്കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യാഴവട്ടക്കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉത്തരം 12 വർഷം. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ മൃഗം. ഇന്ത്യയുടെ ദേശീയ മൃഗം. ഉത്തരം കടുവ. ചോദ്യം: ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? ഉത്തരം തമിഴ്നാട്. ചോദ്യം: സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹം. ചോദ്യം: സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹം. ഉത്തരം ഭൂമി. ചോദ്യം: ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം 7. ചോദ്യം: ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ കലാരൂപം. ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ കലാരൂപം. ഉത്തരം കുച്ചിപ്പുടി. ചോദ്യം: നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. ഉത്തരം ചിന്നാർ. PSC ആവർത്തന ചോദ്യങ്ങൾ. മാനവരാശിയുടെ വികസനത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തം. ചോദ്യം: മാനവരാശിയുടെ വികസനത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തം. ഉത്തരം ചക്രം. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യ ലോഹം. ചോദ്യം: മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യ ലോഹം. ഉത്തരം ചെമ്പ്. ചോദ്യം: ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്ത നദീതീരം. ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്ത നദീതീരം. ഉത്തരം സിന്ധു. ചോദ്യം: ആദ്യ കാവ്യം എന്നറിയപ്പെടുന്നത്. ആദ്യ കാവ്യം എന്നറിയപ്പെടുന്നത്. ഉത്തരം രാമായണം. ചോദ്യം: കേരള സംസ്ഥാനം രൂപീകൃതമായത്. കേരള സംസ്ഥാനം രൂപീകൃതമായത്. ഉത്തരം 1956 നവംബർ 1. ചോദ്യം: സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഉത്തരം ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും നടുക്കുമായി വരുമ്പോൾ. ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം. ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം. ഉത്തരം ജൂലൈ 4. ചോദ്യം: നഖമുണ്ടെങ്കിലും വിരലില്ലാത്ത ജന്തു. നഖമുണ്ടെങ്കിലും വിരലില്ലാത്ത ജന്തു. ഉത്തരം ആന. കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ചോദ്യം: കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഉത്തരം തേക്ക്. ചോദ്യം: ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന പുഷ്പം. ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന പുഷ്പം. ഉത്തരം ചെമ്പരത്തി. ചോദ്യം: കഥകളിയുടെ ആദ്യകാല പേര്. കഥകളിയുടെ ആദ്യകാല പേര്. ഉത്തരം
രാമനാട്ടം. ചോദ്യം: ചെസ്സിന്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ചെസ്സിന്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ഉത്തരം: ഇന്ത്യ. ചോദ്യം: ഒരു ചെസ് ബോർഡിലെ കളങ്ങളുടെ എണ്ണം. ഒരു ചെസ് ബോർഡിലെ കളങ്ങളുടെ എണ്ണം. ഉത്തരം: 64. ചോദ്യം: മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം. ഉത്തരം: ബാലൻ. ചോദ്യം: ബാലൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത്. ബാലൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത്. ഉത്തരം: RS നോട്ടണി. ചോദ്യം: 2007 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട കേരളീയ താരം. 2007 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട കേരളീയ താരം. ഉത്തരം: ശ്രീശാന്ത്. ചോദ്യം: ടെസ്റ്റിലും ഏകദിനത്തിലും ലോകത്ത് ഏറ്റവും കൂടുതൽ റൺസും സെഞ്ചുറിയും നേടിയ കളിക്കാരൻ. ടെസ്റ്റിലും ഏകദിനത്തിലും ലോകത്ത് ഏറ്റവും കൂടുതൽ റൺസും സെഞ്ചുറിയും നേടിയ കളിക്കാരൻ. ഉത്തരം: സച്ചിൻ ടെണ്ടുൽക്കർ. ചോദ്യം: ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഉത്തരം: പഞ്ചാബ്. ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഉത്തരം: ഗോവ. ചോദ്യം: കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം: കാസർഗോഡ്. ചോദ്യം: സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി. ഉത്തരം: ഏലം. ചോദ്യം: മണ്ണിരയ്ക്ക് എത്ര കണ്ണുകളുണ്ട്? മണ്ണിരയ്ക്ക് എത്ര കണ്ണുകൾ ഉണ്ട്? ഉത്തരം: കണ്ണുകളില്ല. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടൽ. ഉത്തരം: മെക്സിക്കോ ഉൾക്കടൽ. ചോദ്യം: ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ്. ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ്. ഉത്തരം: ശങ്കർ. ചോദ്യം: കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണ്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണ്. ഉത്തരം: പീറ്റ് മണ്ണ്. ചോദ്യം: എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം. ഉത്തരം: കറുപ്പ്. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർത്താൽ കിട്ടുന്ന വർണ്ണം. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർത്താൽ കിട്ടുന്ന വർണ്ണം. ഉത്തരം: വെള്ള. ചോദ്യം: ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം. ചേലനായകന്മാർ. ചോദ്യം: കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം. ഉത്തരം: പണിയർ. ചോദ്യം: കേരളത്തിലെ ആദ്യ ഡീസൽ പവർ പ്രൊജക്റ്റ് എവിടെയാണ്? കേരളത്തിലെ ആദ്യ ഡീസൽ പവർ പ്രൊജക്റ്റ് എവിടെയാണ്? ഉത്തരം: ബ്രഹ്മപുരം. ചോദ്യം: മഴവെള്ളം ഉപയോഗിച്ച് ജലക്ഷാമം പരിഹരിക്കാനായി തയ്യാറാക്കിയിരുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേര്. ഉത്തരം: വർഷ. ചോദ്യം: വിദേശ രാജ്യങ്ങളുമായി കച്ചവടം നടത്തിയിരുന്ന കച്ചവട സംഘം.
വിദേശ രാജ്യങ്ങളുമായി കച്ചവടം നടത്തിയിരുന്ന കച്ചവട സംഘം. ഉത്തരം വളണ്ടിയർ.